Hi, I'm Jmo Tommy from Excel Institute, Houston, USA. I'm teaching the nurses to pass their NCLEX exam. ഒത്തിരി പേര് സംശയമായിട്ട് എന്നെ സമീപിച്ചിട്ടുണ്ട്, ഒത്തിരി പേര് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആ സംശയങ്ങൾ, ഒന്ന് രണ്ട് സംശയങ്ങളുടെ ആൻസർ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഒന്ന്, അവരുടെ സംശയം ജനറൽ നേഴ്സ് ആണെങ്കിൽ ഇംഗ്ലീഷ് എക്സാം എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നാണ്. സോ ജനറൽ നേഴ്സ് എന്ന് പറയുമ്പം ഇവിടെ അതിന് തത്തുല്യമായ കോഴ്സാണ് ADN, അസോസിയേറ്റ് ഡിഗ്രി ഇൻ നേഴ്സിംഗ് ആണ് ADN. തീർച്ചയായിട്ടും നമ്മുടെ ജനറൽ നേഴ്സുമാർക്ക് തീർച്ചയായിട്ടും NCLEX എക്സാം എഴുതാം. പാസ്സായി കഴിഞ്ഞാൽ അവരോട് വന്നാൽ തീർച്ചയായിട്ടും ഹൈ സാലറി ആൻഡ് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ് അമേരിക്കയിൽ. ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. ഞാൻ ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, മസ്കറ്റിൽ, UK, പിന്നെ ലാസ്റ്റ് ഞാൻ ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഈ പല സ്ഥലങ്ങളിൽ ഞാൻ വർക്ക് ചെയ്തതിൽ ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇവിടെയാണ്. ഒന്നാമത് നമുക്ക് നല്ല സാലറി, അതുപോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, അതുപോലെ സൗകര്യങ്ങളെല്ലാം ബെറ്ററാണ് ഇവിടെ. അപ്പം നാട്ടിൽ നിന്നും ആരെങ്കിലും ജനറൽ നേഴ്സ് ആയാലും BC നേഴ്സ് ആണെങ്കിലും ആരെങ്കിലും പരീക്ഷ പാസ്സാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ NCLEX എക്സാം എഴുതുക. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ IELTS OET ഒന്നും ആദ്യം പോയി എഴുതരുത്. നിങ്ങൾ എഴുതേണ്ടത് NCLEX എക്സാമാണ്. വൺസ് ഇറ്റ് ഈസ് റിട്ടൺ, അത് ലൈഫ് ലോങ് ആണ്. ഇടയ്ക്ക് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മളത് റിന്യൂ ചെയ്യണമെന്നേ ഉള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് അത് ലൈഫ് ലോങ് ആണല്ലോ. പിന്നെ പോരാൻ നേരം ആകുമ്പോഴത്തേക്കും നമുക്ക് IELTS അല്ലെങ്കിൽ OET അക്കോർഡിംഗ് ടു ദ സ്റ്റേറ്റ് അനുസരിച്ച് നമ്മൾ അത് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായല്ലോ. ഇനി അടുത്തത് ചെറിയ ചോദിക്കുന്ന സംശയം, ഞാൻ സൗദിയിലായിരുന്നു 10 വർഷം അവിടെ ജോലി ചെയ്തു, ഞാൻ കുവൈറ്റിലായിരുന്നു 15 വർഷം അവിടെ ജോലി ചെയ്തു, പിന്നെ ഒരു ടച്ചും ഇല്ല, ഇപ്പോൾ കുറേ വർഷങ്ങളായി. വെദർ ഐ ക്യാൻ റൈറ്റ് ദ NCLEX എക്സാം ഓർ നോട്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾ ബേസിക്കലി നേഴ്സാണ് അല്ലേ, കുറേ വർഷം എക്സ്പീരിയൻസ് ഇല്ലാതെ നിന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ മേലാന്ന് ഒരിക്കലും എങ്ങും പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ ബീങ് എ നേഴ്സ് നമ്മുടെ എക്സ്പീരിയൻസ് കളയാതെ ഓരോന്നിന് മുമ്പായിട്ട് എവിടെയെങ്കിലും പോയി ജോലി ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് NCLEX പരീക്ഷ എഴുതാം, അതിനൊരു കുഴപ്പവുമില്ല. നിങ്ങൾ NCLEX പരീക്ഷ എഴുതി നിങ്ങൾക്ക് ജോലി ചെയ്യുന്നതിന് ഒരു തടസ്സവുമില്ല. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ അറിയേണ്ടത്, ഈ അമേരിക്കൻ NCLEX നമ്മൾ എഴുതുവാണെങ്കിൽ നമുക്ക് പല കൺട്രികളിൽ അതുകൊണ്ട് പ്രയോജനമുണ്ട്. കാനഡയിൽ പോകാം, ഓസ്ട്രേലിയയിൽ പോകാം, ന്യൂസിലൻഡിൽ പോകാം. അപ്പം എൻ്റെ സ്റ്റുഡൻസ് പഠിക്കുന്നവർ ഇവിടെ തന്നെയല്ല ജോലി ചെയ്യുന്നവർ, ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും കാനഡയിലുമൊക്കെ എൻ്റെ സ്റ്റുഡൻസ് ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അവിടെയും നമുക്ക് ജോലി ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരാകണമെന്ന് നമ്മൾ തന്നെ വിചാരിച്ചാൽ മതി. ഓക്കെ, സോ നമുക്കിപ്പോൾ ഒരു ജനറൽ നേഴ്സായിട്ട് വരുന്ന ആൾ BSc എടുക്കുക, മാസ്റ്റേഴ്സ് എടുക്കുക. എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏതാണോ ഇഷ്ടമുള്ളത്, അപ്പോൾ നമുക്ക് നേഴ്സ് പ്രാക്ടീഷണർ ആകാം, നമുക്ക് CRNA കോഴ്സ് ഹൈലി പെയ്ഡാണ്. CRNA അതായത് ലൈക്ക് അനസ്തെറ്റിസ്റ്റ് ആകാനുള്ള ഒരു നേഴ്സിങ്ങിൻ്റെ നേഴ്സ് അനസ്തെറ്റിസ്റ്റ്, അതാണ് CRNA. പിന്നെ നമുക്ക് IT നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്, എഡ്യൂക്കേഷൻ, വാട്ട് എവർ യു വാണ്ട്. ഓക്കെ, സോ ഈ ബെഡ് സൈഡ് മാത്രമല്ല ഇവിടെയുള്ളത്, ഹൈ ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെയുള്ളത്. അപ്പോൾ നിങ്ങൾ ആരാകണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ എല്ലാവരും വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ട്രൈ ടു ഡു ദ NCLEX ആൻഡ് പാസ് ദ എക്സാം ആൻഡ് കം ഹിയർ കേട്ടോ. എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ 7113269158 ആ നമ്പറിൽ നിങ്ങൾക്ക് എന്നോട് സംശയങ്ങൾ ചോദിക്കാം. അതുപോലെ NCLEX പഠിക്കണമെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് മീ. ഓക്കെ, താങ്ക് യു.